അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അറിയുക, പഠിക്കുക എന്നുള്ളത് വളരെ പുണ്യമായ കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ പറ്റി അല്പകാര്യം നമുക്ക് പഠനം നടത്താം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 മക്കൾ ഉണ്ടായിരുന്നു. 11 ഭാര്യമാരിൽ ഒരു ഭാര്യയിലൂടെ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടായത്. ഭാര്യയായ ഖദീജ ബീവിയിലൂടെ 6 മക്കളും മുഖൗഖിസ് രാജാവ് കൊടുത്തയച്ച സമ്മാനങ്ങളിൽപ്പെട്ട അടിമ സ്ത്രീയായ മാരിയത്തുൽ കിബ്തിയയിലൂടെ ഒരു മകനുമാണുണ്ടായത്. ഖാസിം, ഇബ്രാഹിം, അബ്ദുള്ള എന്നീ 3 ആൺമക്കളും സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസും എന്നീ 4 പെൺമക്കളുമാണ് ഉണ്ടായത്. ആദ്യ മകൻ ഖാസിം റളിയല്ലാഹു അൻഹു ജനിക്കുകയും ചെറുപ്പത്തിൽ തന്നെ വഫാത്താവുകയും ചെയ്തു. 2 വയസ്സ് വരെ ജീവിച്ചുവെന്നും 17 മാസം വരെ ജീവിച്ചുവെന്നും പറയപ്പെടുന്നതായി സ്വാബിയിൽ പറയുന്നതായി കാണാം. ഈ മകനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബുൽ ഖാസിം എന്ന കുഞ്ഞത്ത് അലമിൽ അറിയപ്പെടുന്നത്. ഈ മകൻ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആസ് ബിൻ വായിൽ എന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബുത്തർ എന്ന്, പരമ്പര അറ്റവനെന്ന് വിളിച്ചുകൊണ്ട് കളിയാക്കിയെന്ന് സൂറത്തുൽ കൗസറിന്റെ തഫ്സീറുൽ ജലാലൈനിൽ മഹാനായ ഇമാം മഹല്ലി തങ്ങൾ പറയുന്നതായി കാണാം. രണ്ടാമതായി സൈനബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 30-ാം വയസ്സിൽ ജനിച്ചു. അബുൽ ആസ് ബിൻ റബീ എന്നവർ അവരെ വിവാഹം കഴിച്ചു. അവർക്ക് അലിയെ, ഉമാമ എന്നീ 2 മക്കളുണ്ടായിരുന്നു. അലി എന്നവർ വളരെ ചെറുപ്പത്തിൽ തന്നെ വഫാത്താവുകയുണ്ടായി. ഉമാമ എന്നവരെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ വഫാത്തിന് ശേഷം വിവാഹം കഴിക്കുകയുണ്ടായി. മഹദി അവറുകൾ ഹിജ്റ 8-ൽ വഫാത്താവുകയുണ്ടായി. മൂന്നാമതായി റുഖയ്യ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 33-ാം വയസ്സിൽ ജനിച്ചു. അബൂലഹബിന്റെ മകനായ ഉത്ബ അവരെ വിവാഹം കഴിക്കുകയുണ്ടായി. എന്നാൽ തബ്ബത് യദാ അബീ ലഹബ് എന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ അബൂലഹബിന്റെ കൽപ്പന പ്രകാരം ഉത്ബ എന്നവർ അവരെ ത്വലാഖ് ചൊല്ലുകയുണ്ടായി. പിന്നീട് ഈ ഉത്ബ എന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ ബീവിയെ വിവാഹം കഴിക്കുകയുണ്ടായി. അവർക്ക് അബ്ദുള്ള എന്ന ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ ഹിജ്റ 4-ാം വർഷം 6-ാം വയസ്സിൽ വഫാത്താവുകയുണ്ടായി. റുഖയ്യ റളിയല്ലാഹു അൻഹു ഹിജ്റ 2-ൽ വഫാത്താവുകയും ചെയ്തു. 20 വയസ്സ് വരെ ജീവിക്കുകയുണ്ടായി. 4-ാമതായി ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ ജനിക്കുകയുണ്ടായി. അബൂലഹബിന്റെ മകനായ ഉത്തൈബ അവരെ വിവാഹം കഴിക്കുകയും പിന്നീട് അബൂലഹബിന്റെ കൽപ്പന പ്രകാരം അവരെ ത്വലാഖ് ചൊല്ലുകയും ഉണ്ടായി. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം വിവാഹം കഴിക്കുകയുണ്ടായി. അവർക്ക് മക്കളൊന്നും ഉണ്ടായിട്ടില്ല. ഹിജ്റ 9-ാം വർഷം ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ വഫാത്താവുകയുണ്ടായി. 5-ാമതായി ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 41-ാം വയസ്സിൽ ജനിച്ചു. അലി റളിയല്ലാഹു അൻഹു അവരെ ഹിജ്റ 2-ാം വർഷം വിവാഹം കഴിച്ചു. അവർക്ക് ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, ഉമ്മു കുൽസും, സൈനബ് എന്നീ 5 മക്കളുണ്ടായിരുന്നു. ഹിജ്റ 11 റമദാനിൽ 24-ാം വയസ്സിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താവുകയുണ്ടായി. 6-ാമതായി അബ്ദുള്ള റളിയല്ലാഹു അൻഹു
നബുവത്തിന് ശേഷം ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ അവർ വഫാത്താവുകയും ചെയ്തു. ഏഴാമതായി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഹിജ്റക്ക് ശേഷം മദീനയിൽ ജനിച്ചു. അവരും ചെറുപ്പത്തിൽ തന്നെ വഫാത്താവുകയുണ്ടായി. അടിമ സ്ത്രീയായിരുന്ന മാരിയത്തുൽ കിബ്തിയയിലൂടെയാണ് ഈ ഇബ്രാഹിം എന്ന മകൻ ജനിച്ചത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ 6 മക്കൾ വഫാത്താവുകയും ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിച്ചിട്ടുള്ളത്. അവരും വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. ഇവകളെക്കുറിച്ച് മഹാനായ ഉസ്താദ് തൻ്റെ സയ്യിദുൽ ബശർ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതായി കാണാൻ കഴിയും.